ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മീനടയുമായിട്ടാണ്. അത് ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ്. ഇഫ്താറിനൊക്കെ പറ്റിയ സ്നാക്കാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 3/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഞാൻ 2 അയിലയാണ് എടുത്തിട്ടുള്ളത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വെള്ളം, ഇനി മാരിനേറ്റ് ചെയ്ത ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുക. ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നാൽ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നാൽ അത് ഒരു പ്ലേറ്റിലേക്ക് വാങ്ങി വെക്കാം. ആ സെയിം വെളിച്ചെണ്ണയിൽ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ അത് ഞാൻ വിട്ടുപോയതാണ്. ഞാൻ ഉള്ളി ചേർത്ത ശേഷമാണ് പെരിഞ്ജീരകം ചേർത്തത്. അപ്പോൾ ആദ്യം പെരിഞ്ജീരകം പൊട്ടിക്കുക. അതിന് ശേഷം ഒരു ചെറിയ സവാള കട്ട് ചെയ്തത് ചേർത്ത് വഴറ്റി കൊടുക്കുക. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 പച്ചമുളക് നെടുകെ കീറിയത്, പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. ഞാൻ ഇപ്പോഴാണ് പെരുംജീരകം ചേർക്കുന്നത്, വലിയ ജീരകം. അപ്പോൾ അത് ആദ്യം എണ്ണയിലിട്ട് പൊട്ടിക്കണം. നന്നായിട്ട് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്. അത് നന്നായി മിക്സ് ചെയ്തെടുത്ത് തേങ്ങ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നേരത്തെ പൊരിച്ച് വെച്ച മീൻ മുള്ളെല്ലാം കളഞ്ഞിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി പൊടി വാട്ടാനുള്ള വെള്ളം വെക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 2.5 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലിഡ് വെച്ച് അടയ്ക്കുക. അടച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യൊന്നും വേണ്ട. അടച്ചിട്ട് ഒരു 2 മിനിറ്റ് അതേ രീതിയിൽ തന്നെ വെക്കുക. 2 മിനിറ്റ് കഴിഞ്ഞ് ആ ലിഡ് തുറന്ന് നന്നായിട്ട് പൊടി മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യാതെ വേണം ചെയ്യാൻ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം വീണ്ടും ലിഡ് ഇട്ടിട്ട് അടച്ച് ഒരു 2 മിനിറ്റ് വെക്കുക. അതിന് ശേഷം ഓഫാക്കിയിട്ട് 5 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ച ശേഷം മാത്രം വേറെ പാത്രത്തിലേക്ക് മാറ്റുക. ഇനി നമുക്ക് മാവ് കുഴയ്ക്കുമ്പം അതിലേക്ക് കുറച്ച് തേങ്ങ ചതച്ചത് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ് തേങ്ങ, 4-5 ചുവന്നുള്ളി, 1/4 ടീസ്പൂൺ പെരുംജീരകം, വലിയ ജീരകം, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇനി ഇത് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം തൊട്ടിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചിട്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് ചതച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ഉരുളകളാക്കിയിട്ടെടുക്കുക. എനിക്ക് ഏകദേശം 15 എണ്ണമാണ് ഇതിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഈ ഫില്ലിങ്ങും അതേ രീതിയിൽ തന്നെ ഒരു 15 പോർഷനായിട്ട് മാറ്റി വെക്കുക. ഇനി ഓരോ
ഉരുളകളായിട്ട് പരത്തിയെടുക്കുക. ഇത് വേണമെങ്കിൽ കയ്യിൽ പരത്താം. വാഴൻ്റെ ഇല ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പരത്തി കൊടുക്കാം. ഇല്ലെങ്കിൽ ഈ രീതിയിൽ പ്രസ്സിൽ വെച്ച് പരത്തിയെടുത്താൽ മതി. ഇങ്ങനെ പരത്തിയെടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഇതേ രീതിയിൽ പ്രസ് ചെയ്ത് മാറ്റി വെക്കുക. അങ്ങനെ എല്ലാം ഇതേ രീതിയിൽ ചെയ്തെടുക്കുക. എല്ലാം ചെയ്തെടുത്ത ശേഷം അത് ഒരു ഇഡ്ഡലിത്തട്ടിലോ ഒരു സ്റ്റീമറിലോ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ സ്റ്റീമറിൽ ആക്കി കൊടുക്കുക. അട അതിലേക്ക് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. 15 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലെ വെള്ളം ഒന്ന് വാർന്ന് പോകാൻ വേണ്ടിയിട്ട് ചെരിച്ച് വെച്ചിട്ടുള്ളതാണ്. അത് ഇനി സ്റ്റീമറിൽ നിന്ന് എടുത്ത് മാറ്റാം. ഫസ്റ്റ് ബാച്ച് മുഴുവൻ എടുത്ത് മാറ്റിയ ശേഷം അതിൽ വന്നിട്ടുള്ള വെള്ളം മുഴുവൻ തുടച്ച് കളഞ്ഞ് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്ത ശേഷം മാത്രം അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കുക. മീനട ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.